Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Ar-Rahmanir-Rahim. Maliki yaumiddin. Iyyaka na'budu wa iyyaka nasta'in. Ihdinas siratal mustaqim. Siratal ladzina an'amta 'alaihim ghairil maghdubi 'alaihim waladdallin. Amin. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലാ വിഷയങ്ങളുടെയും റിവിഷൻ കഴിഞ്ഞോ ഇല്ലേ? ഇന്നലത്തോടു കൂടി നമ്മൾ അല്ലേ? ഇനി എത്ര ദിവസമാണ് മക്കളെ പൊതുപരീക്ഷക്കുള്ളത്? 5 ദിവസം. ഓക്കെ, ഇത്രയും ദിവസം ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്കൊരു ആത്മവിശ്വാസം കിട്ടിയോ? ഇൻഷാ അല്ലാഹ് നമുക്ക് പരീക്ഷ ധൈര്യത്തിൽ നേരിടാൻ കഴിയുമെന്ന് വിശ്വാസം കിട്ടിയോ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അതാണ്, ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. അതുണ്ടായാൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ കഴിയും കേട്ടോ. കാരണം നമ്മൾ ഒരു വർഷം പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്ത് കുറെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചർച്ച ചെയ്തു. ഇൻഷാ അല്ലാഹ് അപ്പൊ നമുക്ക് ഇന്ന് ഫിഖ് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ആൻസർ പേപ്പർ നമുക്ക് ചർച്ച ചെയ്യാം അല്ലേ? നിങ്ങളൊക്കെ നോട്ടും പിന്നെ പേനയൊക്കെ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്? ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെറിയ ഒരു കാര്യം മനസ്സിലാക്കാൻ, നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ ചർച്ച ചെയ്യാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് ഫാസ്റ്റിൽ പോവേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് വേഗം കഴിയും. അപ്പൊ എന്താ അറിയോ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം, ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ എഴുതാൻ പറ്റിയത് എഴുതിയാൽ മതി. റിപ്പീറ്റ് ചെയ്യണൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കട്ടോ. അപ്പൊ ഉസ്താദ് പറഞ്ഞതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ റെഡി അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയറിലൂടെ നിങ്ങൾക്ക് ചോദ്യപേപ്പർ കാണിച്ചു തരാം. നിങ്ങൾ എന്താ മതി, അതിലൂടെ നോക്കട്ടോ. ഓക്കെ, കാണുന്നുണ്ടല്ലോ മക്കളെ? ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നില്ലേ? ഓക്കെ, ഇപ്പൊ നമ്മൾ 2024 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ പോരാ, അത് 2018 ഇങ്ങോട്ട് എങ്ങനെയാലും കുഴപ്പമില്ല, നമുക്ക് ഏതായിരുന്നാലും ഒക്കെ ചർച്ച ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അത് കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയാണ്, അത് നമുക്ക് അവിടെ മുതലിട്ട് നോക്കാം അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ നമ്പർ ഇട്ടോളൂ, ക്വസ്റ്റ്യന്റെ നമ്പർ ഇട്ടോളൂ. നിങ്ങൾ നമ്പർ ഇടേണ്ടത് 1, 2, 3, 4, 5, 6 ആ രീതിയിൽ ഇട്ട് പോയാൽ മതി. ഇതിലിപ്പോ 1-1 അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പുസ്തകം അയച്ചിരുന്നു, അതൊക്കെ നോക്കിയ കുട്ടികൾ ഇതിലുണ്ടാവും അല്ലേ? നിങ്ങൾ നോക്കിയിരുന്നില്ലേ? എല്ലാവരും നോക്കിയിട്ടുണ്ടാവും. ഈ ഫിഖഹിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. നിങ്ങളത് ഒന്ന് കൂടുതൽ നേരത്തെ തന്നെ നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചത്, കാരണം പരീക്ഷയ്ക്ക് കുറഞ്ഞ ദിവസമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് നേരത്തെ ഇട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ അത് നോക്കി ഏകദേശം കണ്ടുപിടിച്ചാൽ തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് സ്പീഡിൽ പരീക്ഷ നടത്താം അല്ലേ? ഇൻഷാ അല്ലാഹ്. നോക്ക്, ഇതിലിപ്പോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ശരി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. കുറെ ആളുകൾ വൈകിയാണ് വരുന്നത്, ശ്രദ്ധിക്കട്ടെ. എല്ലാവരും വൈകിയ ആളുകളൊക്കെ കേൾക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നോട്ടും പേനൊക്കെ എടുക്കട്ടോ. പരീക്ഷ ആരംഭിക്കാൻ പോകണം. നമ്മൾ പരീക്ഷ പറഞ്ഞാല് റിയൽ പരീക്ഷ അല്ല, എന്നാലും ഒരു മോഡൽ എക്സാം ആണ്. നമ്മളെ ലൈവായിട്ടുള്ള ഓൺലൈനിലൂടെ പരീക്ഷ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഫാസ്റ്റിൽ പോകണം, എന്നാൽ നമുക്ക് എല്ലാ പേപ്പറും ചർച്ച ചെയ്യാൻ കഴിയുള്ളൂ. ഇന്ന് എല്ലാ വിഷയം എന്ത് ചർച്ച ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ബാക്കി സമയം ഉണ്ടെങ്കിൽ ഇൻഷാല്ല വേറൊരു വിഷയമോ അല്ലെങ്കിൽ ഫിഖിന്റെ തന്നെ ഗൾഫിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം കേട്ടോ, ഇൻഷാല്ല. ഓക്കെ, അപ്പം തുടങ്ങാം അല്ലേ? ഇൻഷാല്ല. 1 നമ്പർ കേട്ടോ. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ആദ്യമേ പറയാണ്, എല്ലാ ക്വസ്റ്റ്യനും 1 മാർക്കാണ്. പൂരിപ്പിക്കാനുള്ള സ്ഥലങ്ങളിൽ എത്ര ഭാഗം പൂരിപ്പിക്കാനുണ്ടോ ആ ഓരോന്നിനും നിങ്ങൾക്ക് ഓരോ മാർക്കായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുക. ഇപ്പോൾ ഒരു പൂരിപ്പിക്കാനുള്ള ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് 2-3 ഭാഗം പൂരിപ്പിക്കാണെങ്കിൽ അത് 3ഉം ശരിയായ കുട്ടികൾക്ക് 3 മാർക്ക് ഇടാം. ആ രീതിയിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പോട്ടോ മാർക്ക് ഇടേണ്ടത്. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ സുന്നത്ത്, കറാഹത്ത്, ജായിസ്? ആരും പറയരുത് കേട്ടോ, അപ്പൊ പറയണ്ട. ഏരിയ സിമ്പിൾ അല്ലേ? ഒരു ടിക്കറ്റ് ആണല്ലോ, ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, എന്താണ് പറയൂ?
നിങ്ങൾക്ക് എന്താണ് എഴുതിയത്? എങ്ങനെയാ? ഖറാഅത്ത്. ഓക്കെ, ഖറാഅത്ത് എഴുതിയ കുട്ടികൾക്ക് മാർക്കിടാം. 2 നമ്പർ ഇട്ടോളൂ. ഇട്ടോ? നമ്പർ ഇട്ടോ? ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആർത്തവ രക്തമെന്ന് പറയുന്നതാണ് ഇസ്തിഹാലത്ത്, നിഫാസ്, ഹയള്. ആർത്തവ രക്തം ഇതിൽ ഏതാണ്? ഏരിയ? ഓക്കെ. ആർത്തവ രക്തം എന്ന് പറയുന്നത് ഏതാണ്? ഇസ്തിഹാലത്താണോ, നിഫാസാണോ, ഹയലാണോ? ഓക്കെ, ഏതാണ്? ഹയള് എന്ന്. ഓക്കെ, ഹയള് എന്ന്. ഓക്കെ, അതാണ് കറക്റ്റ്. അത് എഴുതിയ കുട്ടികൾക്ക് മാർക്ക് കേട്ടോ. വുളൂഇന് പകരമായി തയമ്മം ചെയ്യൽ, അതായത് നമുക്ക് വെള്ളം കിട്ടാത്തതിനാലോ അല്ലെങ്കിൽ രോഗം കാരണത്താലൊക്കെ വെള്ളം ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ മുറിവുണ്ട്, ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും അല്ലെ? ഇങ്ങനെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലൊക്കെ വുളൂഇന് പകരം തയമ്മം ചെയ്യുക എന്നുള്ളത് വാജിബാണോ, സുന്നത്താണോ, ഷർത്താണോ? എഴുതിക്കോളൂ. ഇതല്ലോ അല്ലെ? ഏതാണ് പറയും മക്കളെ? വാജിബാണ് കറക്റ്റ് ആൻസർ. ഇവിടെ ശ്രദ്ധിക്കണേ, ഉസ്താദ് ശരിയിടുമ്പോഴൊക്കെ അടുത്ത കളിയിലൊക്കെ കാണുന്നുട്ടോ. നമ്മള് ഡിജിറ്റൽ ശരിയായതുകൊണ്ട് ഉസ്താദിന്റെ സൗകര്യത്തിനിട്ടാണ്. നിങ്ങൾ ശരിയിടുമ്പോൾ അതേ ആ കളിയിൽ മാത്രമേ ആ ശരി ഒതുങ്ങാൻ പാടുള്ളൂ കേട്ടോ. വേറെ കളിയിലേക്ക് പോയാൽ നിങ്ങൾ മാർക്ക് പോകും കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. സ്ത്രീകൾക്ക് സുന്നത്തുണ്ട് ബാങ്ക്, ഫാത്തിഹ, ഇഖാമത്ത്. സ്ത്രീകൾക്ക് സുന്നത്തായത് ബാങ്ക്, ഫാത്തിഹ, ഇഖാമത്ത്. എഴുതിയല്ലോ അല്ലെ? ഏതാണ്? ഇഖാമത്ത് അല്ലേ? കാരണം ബാങ്കും ഇഖാമത്തും സുന്നത്തുള്ള വിഭാഗം ആരാ? സ്ത്രീകൾക്ക് എന്ത് മാത്രമേ സുന്നത്തുള്ളൂ? ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ പിന്നെ വാജിബാണല്ലോ, നിസ്കാരത്തിൽ നിർബന്ധമായി ഓതേണ്ടതാണ്. അതല്ല ഇവിടെ ചോദിച്ചത്. ഓക്കെ. ഇനി അടുത്തത്, ബാങ്കിൽ തക്ബീറുകളുടെ റാഇനെ സുക്കൂന് ചെയ്യൽ, അതായത് അല്ലാഹു അക്ബറുല്ലാ എന്നും പറയാം. അക്ബർ റാ എന്ന് തെറ്റാണ്, ശരിയല്ല. അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്നും പറയാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇതിൽ ഏറ്റവും നല്ല രൂപം പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ ചോദിച്ച ചോദ്യം എന്താണ്? ഈ തക്ബീറുകളിൽ എന്ത് ചെയ്യുക? ബാങ്കിന്റെ തക്ബീറുകളിൽ റാഇനെ സുക്കൂന് ചെയ്യൽ കറാഹത്താണോ, സുന്നത്താണോ, വാജിബാണോ? സുന്നത്ത് നേരിയ കുട്ടികൾക്ക് എന്ത് ചെയ്യാ? മാർക്ക് കേട്ടോ, സുന്നത്താണ് കേട്ടോ. അപ്പൊ ബാങ്കില് ഈ തക്ബീറുകൾക്ക് അല്ലാഹു അക്ബർ, അതിലെ അക്ബറിന്റെ റായിനെ സുക്കൂൻ ചെയ്യലാണ് സുന്നത്ത്. ഓക്കെ. ഇത് 5ഉം ശരിയായ കുട്ടികളൊക്കെ യെസ് പറയൂ. ഓക്കെ, താങ്ക് യു ഓൾ. ആരൊക്കെയും തെറ്റിട്ടിനൊക്കെ മനസ്സിലാക്കണം കേട്ടോ. പോയിന്റ് ഒക്കെ മനസ്സിലാക്കി പോണേ. ഇതൊക്കെ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ടെങ്കിലും 25 പാഠം ഉണ്ടെങ്കിലും ഫിഖ്ഹിൽ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ് അധികം വരിക കേട്ടോ. ഇനി ശ്രദ്ധിക്കുക, ഇനി യോജിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത 5 ക്വസ്റ്റ്യൻസ്. ഈ 2 മാർക്ക് വീതമുള്ള കേട്ടോ. അപ്പോൾ ഇതില് സുന്നത്ത്, ഇതിൽ ഓപ്ഷൻ നോക്കുക: സുന്നത്ത്, ഷർത്ത്, തൊഹൂർ, ഖളാ, അഹ്കാമു ശർഇയ്യ, ലഹരി ദ്രാവകം. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് ദീനിന്റെ വിധികൾക്ക് പറയുന്നു എന്ത് എന്നാണ്. പറയാതെ കുറച്ചേരം കൊണ്ടെടുക്കാം, പിന്നെ പറയാം, ചോദിക്കും പറയാം. ഓക്കെ. എന്താണ് ദീനിന്റെ വിധികൾക്ക് ഇതിൽ പറയാം? അഹ്കാമു ശർഇയ്യ എന്നുള്ളത് അഹ്കാമു ശർഇയ്യ എന്നുള്ളത് ആണ് കറക്റ്റ് ആൻസർ. അത് എഴുതിയ കുട്ടികൾക്ക് എന്ത് ചെയ്യാം? മാർക്ക് ഇടാം. അഹ്കാമു ശർഇയ്യ ഒന്ന് കേട്ടോ. ഓക്കെ. 2, ആസന്നമായ നിസ്കാരത്തെക്കാൾ അഥവാ ഇപ്പോൾ അദായ നിസ്കാരത്തെക്കാൾ മുന്തിക്കേണ്ടതാണ് സുന്നത്ത്, ഷർത്ത്, തൊഹൂർ, ഖളാ, അഹ്കാമു ശർഇയ്യ, ലഹരി ദ്രാവകം. എരിക്കോളൂ, പറയണ്ട. ഓക്കെ, പറയൂ, ഏതാണ്? ഖളാ അല്ലേ? അപ്പൊ രണ്ടാമത്തെ ആൻസർ ഖളാ എന്നുള്ളതാണ്. ഓക്കെ. ആസന്ന നിസ്കാരത്തേക്കാൾ മുന്തിക്കേണ്ടതാണ് ഖളാ നിസ്കാരത്തിനെ അല്ലേ? ഓക്കെ. മൂന്നാമത്തത്, ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ്. ഏരിക്കോളൂ, ശുദ്ധിയുള്ളതാണ്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ്. ശരിയാ? ഏതാണ്? അപ്പൊ മൂന്നാമത്തത് തൊഹൂർ അല്ലേ? ഓക്കെ. 4ാമത്തെ ക്വസ്റ്റ്യൻ, മുതവസ്സിതായ നജസിൽ പെട്ടതാണ്. നമ്മൾ നജസുകൾ 3 വിഭാഗം പഠിച്ചില്ലേ? മുഗല്ലദ്, മുതവസ്സിത്ത്, മുഖഫഫ്. ഇതിൽ മുതവസ്സിതായ നജസിൽ പെട്ടത് ഈ ബ്രാക്കറ്റിലുള്ളതിൽ ഏതാണ്?
സുന്നത്ത്, ഷർത്ത്, തൊഹൂറ്, ഖളാ, ഹക്കാമു ശർഇയ്യ, ലഹരി ദ്രാവകം. പറയൂ ഏതാണ്? ലഹരി ദ്രാവകങ്ങളാണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓക്കെ, കാരണം ലഹരി മദ്യവുമായി ബന്ധപ്പെട്ട ഏത് ലഹരിയാണെങ്കിലും ആ ലഹരി ദ്രാവകങ്ങളൊക്കെ നജസിലാണ് പെടുക, മുത്തവസിത്ത നജസിൽ. ഓക്കെ, ഏറ്റവും കൂടുതലുള്ള നജസും മുത്തവസിത്ത നജസാണ് അല്ലേ? ഓക്കെ, വുളൂഇന്റെ പൂർണ്ണതക്ക് അത്യാവശ്യമാണ് അത് ഏത്? സുന്നത്ത്, ഷർത്ത്, പിന്നെ ബാക്കിയുള്ളൊക്കെ പറഞ്ഞാണല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഓപ്ഷൻ ഇതിന് സെലക്ട് ചെയ്താൽ മതി, രണ്ടെണ്ണേ ഉള്ളൂ. വുളൂഇന്റെ പൂർണ്ണതക്ക് അത്യാവശ്യമാണ് ഏതാണത്? സുന്നത്ത്. കണ്ടോ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ സുന്നത്ത്, ഷർത്ത് ഇങ്ങനെ ടോട്ടൽ എത്ര ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്? 6 ഓപ്ഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ? 5. ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പൊ നമ്മളത് മനസ്സിലാക്കി പോവാ. അപ്പൊ വുളൂഇന്റെ പൂർണ്ണതക്ക് അത്യാവശ്യമായ കാര്യം സുന്നത്താണ്. ഷർത്തും ഫർളൊക്കെ വുളൂഇന് ആവശ്യമായ കാര്യമാണ് അല്ലേ? ഓക്കെ, അൽഹംദുലില്ലാഹ്. ഇത് മുഴുവനും ശരിയായ കുട്ടികളും യെസ് പറയൂ. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഇനി വിശദമാക്കുക എന്നുള്ളതാണ്. കണ്ടോ, ഇതിന്റെ മാർക്ക് നോക്കണം. ഓരോ ചോദ്യം നോക്കുമ്പോൾ അതിന്റെ മാർക്ക് നമ്മൾ നോക്കണം. ഇതിന്റെ മാർക്ക് എത്രയാണ്? ഇതുവരെയുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻസിന് ഓരോ മാർക്കായിരുന്നു. രണ്ടാമത്തെ 5 ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് വീതമാണ്. ഇനി ഈ ക്വസ്റ്റ്യൻസ് നോക്കൂ, 5 മാർക്ക് വീതം. കണ്ടോ, 2 ക്വസ്റ്റ്യനേ ഉള്ളൂ വിശദമാക്കാൻ, പക്ഷെ അതിന് 5 മാർക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് എഴുതാണ്ടാവും. 1, ളുഹ്ർ നിസ്കാരത്തിന്റെ പൂർണ്ണമായ നിയ്യത്ത് പറയൂ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കും മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻസ് നിസ്കാരത്തിന്റെ ഖിയാമിൽ കറാഹത്തുള്ള കാര്യങ്ങൾ ഏതൊക്കെ? ഒരു കാര്യം ചെയ്യാം, നേരത്തെ നിങ്ങൾ ഉസല്ലി ഫർളഹുലില്ലേ ആ നിയ്യത്ത് നിങ്ങൾക്ക് കിട്ടിയ ആളുകൾക്കൊക്കെ ഒരു മാർക്ക് കേട്ടോ. ഇത് വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആയതുകൊണ്ട് നിങ്ങൾ ഇത് എഴുതേണ്ടതില്ല, പറഞ്ഞാൽ മതി. ഓക്കെ, നിസ്കാരത്തിന്റെ ഖിയാമിൽ കറാഹത്തുള്ള കാര്യങ്ങൾ 3 ശരിയാ. ഇതിൽ ഒരു കറാഹത്തെങ്കിലും പറയണം, അങ്ങനത്തെ കുട്ടികൾക്ക് ഒരു മാർക്ക് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. എന്താണ് നിസ്കാരത്തിന്റെ ഖിയാമിൽ കറാഹത്തുള്ള കാര്യങ്ങൾ പറയൂ. ഇത് പറഞ്ഞാൽ കറാത്താണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ. നമ്മുടെ പാഠത്തിലുള്ള 11ാമത്തെ പാഠത്തിലുള്ളത് കണ്ടോ, കാണുന്നുണ്ടോ? കണ്ടോ, അവസാന വരിയിൽ കാണുന്നില്ലേ? കണ്ടോ? ഒരു ചാൺ വിടർത്തി വെക്കൽ സുന്നത്താണ്. എന്നാൽ കാലുകൾ എന്ത് ചെയ്യണ്ട? ഈ നൃത്തത്തിൽ കണ്ടോ, കാലുകൾ ചേർത്ത് വെക്കലും ഒരു കാൽ മുന്തിച്ചു വെക്കലും കാരണമില്ലാതെ ചാരി നിൽക്കലും കറാഹത്താണ്. മനസ്സിലായോ? മനസ്സിലായില്ലേ? അപ്പൊ 11ാമത്തെ പാഠത്തിലാണ് നോട്ട് ചെയ്തൊക്കെ അറിയാത്തുള്ളത്. അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യാറോ, ഏതെങ്കിലും ഒരു ഫർള് തന്നിട്ട് അതിൽ ചെയ്യാൻ അതിലെ കറാഹത്തുകൾ ചോദിക്കാം, അതിലെ ഫർള് നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചോദിക്കാം, അതിൽ സുന്നത്തായ കാര്യങ്ങളും ചോദിക്കാം. ഇതൊക്കെ നമ്മൾ അർക്കാന സലാത്തി വസുനഹ എന്നുള്ള ആ നിസ്കാരത്തിന്റെ ഫർളുകളും അവയുടെ സുന്നത്തുകളും എന്ന പാഠത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്ക് വീതമാണ് കേട്ടോ ഓരോന്നിനും. ശ്രദ്ധിക്കണേ. 1ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, എങ്ങനെ? ഇത് ബുക്കിലേക്ക് എഴുതണോന്ന്? വേണ്ട എഴുതണ്ട. ഈ ക്വസ്റ്റ്യൻസ് പറയാൻ പോണതല്ലേ, ഇത് എഴുതണം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആട്ടോ, അതുകൊണ്ട് നിങ്ങൾ എഴുതണേ. നേരത്തെ വിശദമായി എഴുതാനുള്ളതാണ് എഴുതണ്ടാർന്ന്. ഇത് നിങ്ങൾക്ക് എഴുതാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഏതായാലും നമ്മളൊന്ന് എഴുതി വെക്കുക ജസ്റ്റ്, കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു എക്സ്പീരിയൻസ് വേണമല്ലോ. ഓക്കെ, 1ാമത്തെ ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി, ചോദ്യം എഴുതണ്ട. 1ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 12 കേട്ടോ. നിങ്ങളുടെ ഇപ്പൊ എത്രയാണ് നമ്പർ? എത്ര ക്വസ്റ്റ്യൻ? അപ്പൊ ഇനി അടുത്ത നമ്പർ എഴുതിക്കോളൂ. 1ാമത്തെ ചോദ്യം ഇതാണ്: 4 റക്അത്തുള്ള നിസ്കാരം 2ആക്കി ചുരുക്കി നിസ്കരിക്കലാണ് എന്ത്? എഴുതിയാ മതി, പറയരുത്. കുറഞ്ഞ സമയം ഉണ്ടായിരിക്കാം, എഴുതി കണ്ടു പറയാം കേട്ടോ. പറയൂ, എന്താണ് മക്കളെ? എന്താണ് ഖസറല്ലേ? നമ്മൾ ജമ്മും ഖസറും പഠിച്ചിരുന്നില്ലേ? അതിൽ പറഞ്ഞിട്ടുണ്ട് ഖസർ പറഞ്ഞാൽ എന്താണ്? 4 റക്അത്തുള്ള നിസ്കാരം 2ആക്കി ചുരുക്കി നിസ്കരിക്കലാണ് ഖസർ. ജംഇ എന്നാൽ എന്താണെന്ന് ഓർമ്മ ഉണ്ടോ? അസർ ലഹരിയുടെയും രണ്ടിലൊന്നിന്റെയും മഗ്‌രിബ് ഇശാ രണ്ടിലൊന്നിന്റെയും സമയത്തിലേക്ക് നിസ്കരിക്കലാണ്.
അത് പറഞ്ഞിരുന്നു. അപ്പൊ അതും ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കി പോകണം കേട്ടോ. അപ്പൊ ഇവിടെ കസറ് വന്നിക്കണമെങ്കിൽ അടുത്ത കൊല്ലം ഈ കൊല്ലം ചിലപ്പോൾ ജമ്മേക്കാരെ ചോദിക്കുക, അതാ പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നാം റക്കഅത്ത് ജമാഅത്തായിരിക്കൽ ഷർത്തുള്ള നിസ്കാരം ഏത്? ശരിക്കോളൂ. ഒന്നാം റക്കഅത്ത് ജമാഅത്തായിരിക്കൽ പറയരുതിട്ട് മക്കളെ, നമ്മൾ ക്വസ്റ്റ്യൻ ഇത് എഴുതണം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ. ഇത് നിങ്ങൾ എഴുതിയിട്ട് ആർക്കൊക്കെ ശരി കുറച്ചേരം ഉണ്ടായിരിക്കാണ്ട് പറയാം കേട്ടോ. ഇനി പറഞ്ഞോളൂ, ഏതാണ്? ഓക്കെ, ജുമാൻ ഏത് കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാ? ജുമുഅ എന്ന് കുട്ടികൾക്ക് മാർക്ക് കേട്ടോ. ജുമുഅ കണ്ടോ. അടുത്തത്, സ്വഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ, അതായത് നമ്മൾ ഖുത്ബ ഓതുമ്പോൾ പറഞ്ഞാണ് അല്ലെ, സ്വഹാബത്തിന്റെ ഒക്കെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയൽ എന്താണ്? എഴുതിയാ മതി. എന്താണ്? എന്താ പറയൂ? സുന്നത്ത് നേരിയ മാർക്ക് കേട്ടോ, സുന്നത്താണ്. ഓക്കെ, അടുത്തത് സകാത്തുൽ ഫിത്റിന്റെ മറ്റൊരു പേര്. സകാത്തുൽ ഫിത്റിന്റെ മറ്റൊരു പേരെന്ത്? പറയരുത്. സകാത്തുൽ ഫിത്റിന്റെ മറ്റൊരു പേരെന്ത്? എഴുതുക. ഏരിയ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് പേര്? അതെ. ഓക്കെ, ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ, ഇത്രേ ഉള്ളൂ. അടുത്തത്, ഹൈലുകാരി നോമ്പനുഷ്ഠിക്കൽ എന്താണ് അതിന്റെ വിധി എന്നാണ് കേട്ടോ. ശരിക്കോളൂ, പറയണ്ട. ഹൈലുകാരി നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണോ, വാജിബാണോ, ഹറാമാണോ, കറാത്താണോ, ഹലാലാണോ, ജായിസാണോ, എന്താണെന്ന് വെച്ചാൽ ഇതാ എഴുതി. എല്ലാവരും എഴുതാം. യെസ്, എന്താ പറയൂ? ഹറാമല്ലേ. യെസ്. ഈ 5 ക്വസ്റ്റ്യൻ ശരിയായ കുട്ടികളൊന്ന് യെസ് പറയൂ. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് നോക്കിയേ? 5, 3, 15 മാർക്കായി അല്ലേ. 15 മാർക്ക് സ്കോർ ചെയ്തു. മാഷാ അല്ലാഹ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, എന്ത് ചൊല്ലണം നട്ടാ, എന്താണ് ചൊല്ലേണ്ടത് എന്നാണ് ചോദ്യം. 1, ഒന്നാം റക്അത്തിൽ ഫാത്തിഹയുടെ മുമ്പ് എന്ത് ചൊല്ലണം? എഴുതിക്കോളൂ. അല്ലെ, ഇത് എഴുതിയാൽ മതി. കുറച്ചുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടാ. 4 മാർക്ക് ഉണ്ട്. എന്താണെന്ന് എഴുതിയാൽ മതി. ചൊല്ലേണ്ടത് ഇക്രൊന്നായിട്ട് എഴുതണ്ട, അതെന്താന്ന് എഴുതിയാൽ മതി. എഴുതിയാ? എന്താണ്? ഫാത്തിഹയുടെ മുമ്പ് എന്ത് ചൊല്ലണം? പറയൂ. അപ്പൊ നിങ്ങൾ എന്തായത് വജ്ജഹത്തു എന്ന് നമുക്ക് തോന്നുന്നത്? വജ്ജഹത്തു അല്ല ശരിക്ക്. വജ്ജഹത്തു ഫാത്തിഹയുടെ മുമ്പ് ചൊല്ലേണ്ടത് തന്നെയാണ്. നിങ്ങളെ പുസ്തകത്തിൽ പറഞ്ഞത് ഞാൻ ഉദാഹരണത്തിന് നിങ്ങൾക്ക് പാഠഭാഗം കാണിച്ചു തരാം. അവിടെ പറഞ്ഞ അനുസരിച്ച് നമുക്ക് നോക്കാം. നോക്കൂ, കാണുന്നുണ്ടോ? കണ്ടോ, ഫാത്തിഹയുടെ മുമ്പ് അഊദും, അതിന് മുമ്പ് ഒന്നാം റക്അത്തിൽ വജ്ജഹത്തും ഓതുക. അപ്പൊ നമ്മൾ എന്താ എഴുതേണ്ടത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കാരണം 4 മാർക്കില്ലേ ക്വസ്റ്റ്യനില്, ഇല്ലേ? മനസ്സിലായോ? ഇനി വേണമെങ്കിൽ കൂട്ടത്തിൽ എന്ത് ചെയ്താ, ഒന്നാം റക്അത്തിൽ ഫാത്തിഹയുടെ മുമ്പ് അഊദും വജ്ജഹത്തും എന്ന് വേണമെങ്കിൽ കൂട്ടിയിട്ട് ഏതും ചെയ്യാം. മനസ്സിലായോ? കാരണം ആൻസറിന് പിന്നെ ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഉണ്ടല്ലേ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഈത്തിദാലിലേക്ക് പോകുമ്പോൾ എന്താ ചൊല്ലുക? സമി അല്ലാഹു ലിമൻ ഹമിദ. അപ്പൊ അവിടെ ദിക്ർ ചെയ്താനുണ്ടല്ലേ. അപ്പൊ നിങ്ങൾ ഒന്നാം റക്അത്തിൽ ഫാത്തിഹയുടെ മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതിയാൽ ദിക്റായിട്ട് എഴുതിയാലും മതി, ആ ആയത്ത് എഴുതിയാലും മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഔദും വജ്ജഹത്തും അങ്ങനെ എഴുതിയാലും മതി കേട്ടോ. അപ്പൊ അവിടെ ചോദ്യത്തിനനുസരിച്ചാണ് എഴുതേണ്ടത്. പിന്നെ ചോദ്യം കണ്ടിട്ട് മനസ്സിലാവുന്നത് 4 മാർക്ക് ഉള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ആ ദിക്ർ എഴുതാനാണ് കേട്ടോ. കാരണം നമ്മൾ കണ്ടില്ലേ, ഫാത്തിഹയുടെ മുമ്പ് ഔദും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫാത്തിഹയുടെ മുമ്പ് ചൊല്ലേണ്ടതാ ചോദിച്ചത്, എന്ത് ചൊല്ലണം എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മള് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് എഴുതട്ടോ. ഓക്കെ, ഇനി എഴുത്തുദാലിലേക്ക് പോകുമ്പോൾ എന്താണ്? അങ്ങനെ എന്ന് നിങ്ങളെ മനസ്സിലേക്ക് വന്നിക്കണമെങ്കിൽ നിങ്ങൾ ആൻസർ പിന്നെ മാർക്ക് ഇട്ടോളൂ കേട്ടോ. പിന്നെ അടുത്തത്, പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ എന്താണ് ചൊല്ലേണ്ടത്? അത് പറഞ്ഞാൽ മതി, നിങ്ങൾ എഴുതണ്ട. എന്താണ്? ആ ദിക്ർ നിങ്ങളെ മനസ്സിൽ വന്ന കുട്ടികൾക്കൊക്കെ മാർക്കിടാം കേട്ടോ. സുബ്ഹാനല്ലാഹി
അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് എഴുതിയ കുട്ടികൾക്ക് മാർക്കിടാം. ഓക്കെ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ നിങ്ങൾ എഴുതണ്ട കേട്ടോ, കാരണം നമുക്ക് സമയം ഒരുപാട് പോകും. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ നോക്കാല്ലേ. നിങ്ങൾ എഴുതേണ്ട പറഞ്ഞാൽ മതി. നോമ്പ് തുറന്ന ഉടനെ ചൊല്ലേണ്ട ദിക്ർ എന്ത് ചൊല്ലണം? എന്ന് മനസ്സിലേക്ക് നിങ്ങൾക്ക് ആൻസർ വന്നിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഇടാം കേട്ടോ. നോമ്പ് തുറന്ന ഉടനെ ചൊല്ലേണ്ട ദിക്ർ. ഓക്കെ. ഇനി നോക്കൂട്ടോ, ഇനി നോക്കണേ, ശ്രദ്ധിക്കണേ. ഖലായിലേക്ക് കടക്കും മുമ്പ്, ഖലാ എന്ന് പറഞ്ഞാൽ എന്താ? ബാത്റൂം, ടോയ്ലറ്റിലേക്ക് അല്ലേ? അപ്പൊ അതിലേക്ക് പോണതിന് മുമ്പ് നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്ർ ഉണ്ട്. എന്താണത്? അത് നിങ്ങളെ പുസ്തകത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിക്കണോ? 5ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ എവിടെയെങ്കിലും? ലിസാൻ ഖുർആൻ ഉണ്ടോന്നല്ലേ? അപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, 4ാം ക്ലാസ്സിൽ ഇതുപോലെ ദിക്റുകള്, 4ാം ക്ലാസ്സിൽ പഠിച്ച ദിക്ർ ഇപ്പോഴത്തെ പരീക്ഷന്റെ സർക്കുലറിൽ ഇങ്ങനെ കാണാറുണ്ട്. അതായത് മുൻ ക്ലാസ്സിൽ പഠിച്ച ദിക്റുകൾ ഏതെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യനിൽ അടങ്ങിയിരിക്കും. അപ്പൊ നമ്മൾ കണ്ടില്ല, ഖലായിലേക്ക് കടക്കും മുമ്പ് നമ്മളെ ഒട്ടും ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ അപ്പൊ അതും നമ്മൾ പ്രതീക്ഷിക്കണം കേട്ടോ. ഖലായിലേക്ക് കടക്കുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂതി വൽ ഖബായിസ്. ഇനി അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തൊക്കെ ചെല്ലണം? വലതുകാലം മുതിച്ചുകൊണ്ട് എന്താ ചൊല്ലേണ്ടത്? പിന്നെ ഒരു ദിക്റും കൂടി ഉണ്ട്, ശൗചം ചെയ്ത ആൾ. ഏതാണ്? അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്നിൻ ഫർജി മിനൽ ഫവാഹിഷ്. ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യലില്ലേ? യെസ്. നിങ്ങളെ ചെല്ലുന്ന കുട്ടികൾ ആരൊക്കെ ഒന്ന് യെസ് പറയൂ. നിങ്ങളിതൊക്കെ ചൊല്ലാറുണ്ടോ? ചൊല്ലാറുണ്ടോ? യെസ്. അങ്ങനെ പതിവാക്കിയ കുട്ടികൾക്ക് അവരുടെ ജീവിത ശൈലിയായി മാറും. അപ്പൊ പിന്നെ മറക്കൂല അല്ലേ? യെസ്. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് ആൻസർ ചെയ്താൽ മതി അല്ലേ? ഇതിൽ എഴുതുമ്പോൾ ഒരുപാട് സമയം എടുക്കൊണ്ട് പറയാനാ പറഞ്ഞത്. ഓക്കെ. നിങ്ങൾക്ക് എത്ര മാർക്ക്? 5ഉം ശരിയായ കുട്ടികളൊന്ന് യെസ് പറഞ്ഞേ. ഈ 5 ഓക്കെ. അപ്പൊ നോക്കൂ, 5-4 എത്ര? 20 മാർക്ക് സ്കോർ ചെയ്തു അല്ലെ? 5-4 20 മാർക്ക്. ഓക്കെ. ഇനി പൂരിപ്പിക്കാൻ കേട്ടോ. ഇതിൽ ഓരോന്നിലും ആ വിട്ട ഭാഗം എത്ര വെച്ചാൽ ഓരോന്നിനും ഒരു മാർക്കാണ്. ഓക്കെ. 1ാമത്തെ ക്വസ്റ്റ്യൻ പൂരിപ്പിക്കുക. കണ്ടോ? ഇത് നിങ്ങൾ വിട്ട ഭാഗം പൂരിപ്പിക്കണേ. ആ ഭാഗം ഒന്ന് എഴുതിയാൽ മതി. 1ാമത്തെ ക്വസ്റ്റ്യന്, 2 കൊല്ലത്തിൽ ഡാഷ് വെള്ളം ഡാഷ് ചേർന്നാൽ മുത്തനജ്ജിസാകും. എഴുതിക്കോളൂ. അത് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? നമുക്ക് പറയാം. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി. പറഞ്ഞോളൂ. എന്താണ്? രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ തന്നെ അൽ മിയാഹു എന്നുള്ള പാഠഭാഗത്തിൽ ഉണ്ട് അല്ലെ? അൽ മിയാഹു കാണുന്നുണ്ടോ? അൽ മിയാഹു എന്നുള്ള പാഠഭാഗം കാണുന്നുണ്ടോ? കണ്ടോ? നജീസ് എന്നുള്ള അവിടെ കണ്ടോ? അതായത് കണ്ടോ? നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് മുത്തനജീസ് എന്ന് പറയും അല്ലെ? 2 കൊല്ലത്തിൽ കണ്ടോ? 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ തന്നെ മുത്തനജീസ് ആകും. മനസ്സിലായോ? അതാണ് ആ ചോദ്യം. അത് നിങ്ങളെ മനസ്സിലേക്ക് ആൻസർ വന്നോ മക്കളെ? വന്നിരുന്നോ? എത്ര കുട്ടികൾക്ക് ഒന്ന് യെസ് പറഞ്ഞേ? ഒന്നല്ലേ? നിങ്ങൾക്ക് എന്ത് ചെയ്യാനോ? സത്യസന്ധമായിട്ട് മാർക്ക് ഇടണേ. നിങ്ങളെ മനസ്സിലേക്ക് ആൻസർ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം മാർക്ക് ഇടാം കേട്ടോ. ഓക്കെ. ഇനി നമ്മള് വീണ്ടും ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? പല്ലിൽ ഡാഷ് നാവിൽ ഡാഷ് മിസ്വാക്ക് ഡാഷ്. അപ്പൊ ആ മിസ്വാക്ക് ചെയ്യുന്ന രീതിയാണ് ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ കുറച്ചേരം ആലോചിച്ചുകൊണ്ട് പറഞ്ഞോ. കുറഞ്ഞ സമയത്ത് പല്ലിൽ എങ്ങനെയാണ്? മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞോളൂ. പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് അല്ലേ? നോക്കൂ, കാണിച്ചരാ. കാണുന്നുണ്ടല്ലേ? കണ്ടോ? 6ാം പാഠത്തിലുണ്ട് കേട്ടോ. കണ്ടോ? മിസ്വാക്ക് ചെയ്യേണ്ട കണ്ടോ? പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ?
അതിന് വിപരീതമായി ചെയ്യൽ എന്താണ്? കറാഹത്താണ്. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഹജ്ജിന്റെ ഇഹ്റാമിന്റെ കാലം ഡാഷ് ദുൽഖഅദ ഡാഷ് 10-ാം രാവ് ഡാഷ് ദിവസവുമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഇഹ്റാമിന്റെ കാലം ദിവസം. ആ മനസ്സിലായോ? ഇഹ്റാമിന്റെ കാലം അവസാന പേജിലെത്തുക. ഇഹ്റാമിന്റെ കാലം കണ്ടോ? ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ 10-ാം രാവ് ഉൾപ്പെടെയുള്ള ദിവസവുമാണ്. കണ്ടാ? എന്നാൽ മീഖാത്തുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ വേറെ ഇവിടെ ഉണ്ട്. യലംലം, ദുൽഹുലൈഫ, ജോഹർ. ഓക്കെ. അപ്പൊ എത്ര ക്വസ്റ്റ്യൻ? രണ്ടെണ്ണം കഴിഞ്ഞു അല്ലെ? ഇത് രണ്ടും ശരിയായ കുട്ടികൾ ആരൊക്കെ? 3 ശരിയായ കുട്ടികള്. അവർക്ക് 9 മാർക്ക് കേട്ടോ. ഓരോന്നും ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം മാർക്ക് ഇട്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇത് കിട്ടും. ഓക്കെ. 3 ശരിയല്ലേ? 3 ശരിയായ കുട്ടികൾക്ക് 9 മാർക്ക് കേട്ടോ. ഒരു ചോദ്യത്തില് 3 ഡാഷുകളുള്ളത് അല്ലെ? അപ്പൊ നമുക്ക് ആ 3 മാർക്കാണ് ഒന്ന് ശരിയായി കിട്ടുക കേട്ടോ. ആ രീതിയിൽ മാർക്ക് ഇട്ടാൽ മതി. ഓക്കെ. ഇനി നിങ്ങൾ ആശയം എഴുതുക. കണ്ടോ? ആശയം എന്ന് പറഞ്ഞാൽ എന്താ? അർത്ഥം എഴുതുക അല്ലെ? ഇത് നമ്മള് നിങ്ങളോട് പറഞ്ഞിരുന്നു. നമ്മള് പഠിക്കാനൊക്കെ പറഞ്ഞു. ഓർമ്മ ഉണ്ട്? ആ പാഠത്തില് നമ്മളെ തറാവീഹിന്റെ പാഠത്തിൽ പറഞ്ഞത് അല്ലേ? ഓക്കെ. ആശയം എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമളാന 20 റകഅത്തൻ സിവൽ വിത്രി. അതിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണെന്ന് അറിയുന്ന ആളുകളൊന്നും പറഞ്ഞോളൂ. കൂടാതെ 20 റക്അത്ത് നിസ്കരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടോ? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മളെ 17ാമത്തെ പാഠട്ടോ. കാണുന്നുണ്ടല്ലേ? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമളാന 20 റകഅത്തൻ സിവൽ വിത്രി. കണ്ടോ? സിവൽ വിത്രി. അതിന്റെ അർത്ഥം നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ കൂടാതെ 20 റകഅത്ത് നിസ്കരിക്കുന്നവരായിരുന്നു. ഓക്കെ. അങ്ങനെ 7 കുട്ടികൾക്ക് മാർക്ക്. അങ്ങനെ പറഞ്ഞു കുട്ടിയാ കേട്ടോ. ഏതാനും സമയമില്ല. നമ്മളിപ്പോ സമയം എഴുതുന്നില്ല കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് കണ്ടോ? അസ്സിവാക്കു മത്ഹറത്തുൽ ലിൽ ഫൽമി മർളാത്തുൽ ലിറബ്ബി. അതിന്റെ ആശയം അസ്സിവാക്കു. ഇതിനൊക്കെ മാർക്ക് നോക്കട്ടെ. 5 മാർക്ക് കേട്ടാ. അസ്സിവാക്കു പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയോളൂ. അസ്സിവാക്കു മത്ഹറത്തുൽ ലിൽ ഫൽമി മർളാത്തുൽ ലിറബ്ബി. ഓക്കെ. മിസ്വാക്ക് എന്താണ്? ഇതിന്റെ പിന്നെ 6ാമത്തെ പാഠത്തിൽ അല്ലെ? 6ാമത്തെ പാഠത്തിലായിട്ടുണ്ടാകാം. ഇതിന്റെ ആശയം എന്താ ആശയം പറയൂ. മിസ്വാക്ക് ചെയ്യൽ വായ ശുദ്ധിയാക്കുന്നതാണെന്നും പിന്നെ ശുദ്ധിയാക്കുന്നതാണെന്നും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതാണെന്നും ചെയ്യുന്നു. അത്ര എഴുതിയാൽ മതി. കാരണം ഇത് ഇവിടുന്ന് അങ്ങോട്ട് മറ്റേ ഹദീസിന്റെ അതിന്റെ ശേഷം ഒരു ഹദീസ് ഉണ്ട് അല്ലെ? തഫ്ളുൽ സ്വലാത്തുല്ലത്തി യുസ്താഖുലഹ അല സ്വലാത്തില്ലത്തി ലാ യുസ്താഖുലഹ സുബൈന ലൈഫ. അതിനർത്ഥാണ് മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള നിസ്കാരം അല്ലാത്തവയേക്കാൾ എത്ര ഇരട്ടി പ്രതിഫലമുള്ളതാണ്? 27 അത് ജമാഅത്ത് നിസ്കാരത്തിന് കേട്ടോ. 70 ഇരട്ടി പ്രതിഫലമുള്ളതാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ അതായത് അസ്സിവാക്കു മത്ഹറത്തുൽ ലിൽ ഫമി മർളാത്തുൽ ലിറബ്ബി അതിന്റെ അർത്ഥം എന്താണ്? ഇത്രയേ ഉള്ളൂ. വായ ശുദ്ധിയാക്കുന്നതാണെന്നും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ്. ഓക്കെ. അത്ര ഉള്ളൂ കേട്ടോ. ഓക്കെ. ഇത് രണ്ടും ശരിയായ കുട്ടികൾ എസ് പറയൂ. രണ്ടിന്റെ ആശയം അങ്ങനത്തെ കുട്ടികൾക്ക് 10 കേട്ടോ. അല്ല 10 മാർക്ക് നിങ്ങൾ 2 മാർക്ക് ഇട്ടാൽ മതി. ഇതില് 5-5 കണ്ടോ? ഓക്കെ. ഇനി കണ്ട നിങ്ങൾ ഫർളും സുന്നത്തും വേർതിരിച്ചെഴുതുക. ഫർളും സുന്നത്തും വേർതിരിച്ചെഴുതുക. കണ്ടോ? എന്താണ് ഇത്? നമ്മള് കുറെ ഫർളും കുറെ സുന്നത്തുകളൊക്കെ പഠിച്ചില്ലേ? അതിൽ തന്നെ ഹൈആത്തും അബ്വാദും. ഇവിടെ ഹൈആത്തും അബ്വാദും വേർതിരിക്കല്ല. ഫർളുകളും സുന്നത്തുകളും വേർതിരിക്കാൻ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. നോക്കട്ടോ. ഫർളുകള് ഏതൊക്കെയാണ് ബ്രാക്കറ്റിൽ നോക്കൂ. അവസാനത്തെ അത്തഹിയ്യാത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, ഖുനൂത്ത് ഓതൽ, വജ്ഹത്തു ഓതൽ, അത്തുമാനിയത്തു. വളരെ സിമ്പിൾ അല്ലേ? 4 ഉള്ളൂ. 1 വേർതിരിച്ച് എഴുതിയാൽ 2 മാർക്ക്. അവസാനത്തെ അത്തഹിയ്യാത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ ഏതാണ്? ഏലപ്പെടാ? യെസ്. ഫർള് നേടിയ കുട്ടികൾക്ക് മാർക്കിടാം അല്ലെ? ഒന്നാമത്തത് ഫർളിനെ പെടാം അല്ലെ? ഓക്കെ. ഇത് ഫർളിനെ പെടാം. ഓക്കെ. അടുത്തത്
കുനൂത്ത് ഓതൽ. സുന്നത്ത് കുനൂത്ത് ഓതൽ അതെവിടെയാ? സുന്നത്തിലെ ഇവിടെ ഇവിടേക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ. വജ്ഹത്ത് ഓതൽ സുന്നത്ത് അല്ലേ? അത്തുമനീനത്തു നിങ്ങളിങ്ങനെ ആരോ മാർക്ക് എടുത്തിട്ട് അത് ഉസ്താദ് നിങ്ങൾക്ക് കാണിച്ചതാണ്. എഴുതണം, ഇത് അതേപോലെ തന്നെ എഴുതണം കേട്ടോ. നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടി ചെയ്താണ്. ഓക്കെ. ഇത് 4 ശരിയായ കുട്ടികളൊന്ന് ഒന്ന് എസ് പറയൂ. ഓക്കെ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയോ? 4 4 8 മാർക്ക് അല്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സക്കാത്ത് എത്ര വിധമാകുന്നു? ഏതെല്ലാം? നേരത്തെ നമ്മളാണ് ഇതിന് മുമ്പ് നമ്മൾ ചോദ്യം വന്നില്ലേ തുടക്കത്തില്? ഇത് കണ്ടോ ഈ ചോദ്യ പേപ്പർ? മക്കളെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ഒന്ന് ഫുൾ ആയിട്ട് വായിച്ചു വെക്കണം നല്ലതാ ഏതാത്തിന് മുമ്പ്. കാരണം ഇതിലേക്കുള്ള സൂചന മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓർമ്മ ഉണ്ടോ? ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ തുടക്കത്തില് കഴിഞ്ഞു പോയിരുന്നു. ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? എന്താ ചോദിച്ചതിന്റെ ഒന്ന് നോക്കൂ. സകാത്തുൽ ഫിത്റിന്റെ മറ്റൊരു പേര്. കണ്ട അതിന് 3 മാർക്കുണ്ട് കേട്ടാ. സക്കാത്തുൽ ഫിത്റിന്റെ മറ്റൊരു പേര് കണ്ടാ. അപ്പൊ നമുക്ക് അതിന്റെ പേര് കിട്ടി. സക്കാത്തുൽ ഒരു പേര് എന്താണ്? സക്കാത്തുൽ ഫിത്റിനെ. അതേപോലെ മറ്റൊരു പേര് ഇവിടെ എഴുതിയ കുട്ടികൾക്ക് എന്ത് ചെയ്യും? ഈ സക്കാത്തുൽ ഫിത്ർ പിന്നെ അല്ല സോറി, ഈ സക്കാത്തുൽ ഫിത്റാണ് ഒന്നല്ലേ? ഒന്നുണ്ട് വേറൊന്നെന്താണ്? സക്കാത്തുൽ. അപ്പൊ ഇതുപോലെ ബദലാണ്. അപ്പൊ ഇതിൽ സൂചനകൾ ഉണ്ടാവും അർത്ഥം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ഫുൾ ആയിട്ട് എന്ത് ചെയ്യണം? വായിച്ചു വെക്കണം നല്ലതാണ്. അപ്പൊ സക്കാത്ത് 2 വിധമാകുന്നു ഏതെല്ലാം? അപ്പൊ ഒന്ന് സക്കാത്തുൽ ഫിത്റാണ്, മറ്റൊന്നെന്താണ്? സക്കാത്തുൽ മാല്. സക്കാത്തുൽ ഫിത്റിന്റെ മറ്റൊരു പേരെന്താണ്? സക്കാത്തുൽ ബദൻ. അല്ല, സക്കാത്തുൽ ബദനാണ് കേട്ടോ ഫിത്റിന്റെ മറ്റൊരു പേര്. ഓക്കെ. ഇനി നോക്കൂ, ഹജ്ജ് അത് ശരിയായ കുട്ടികളുണ്ടോ? 2 വിധമാകുന്നു ഏതെല്ലാം പറഞ്ഞു? സക്കാത്തുൽ ഫിത്റും സക്കാത്തുൽ മാലും അല്ലെ? സക്കാത്തുൽ ബദനും സക്കാത്തുൽ മാല്. ഓക്കെ. ഇനി ഹജ്ജ് വാജിബാകാനുള്ള ഷർത്തുകളിൽ സ്ത്രീകൾക്ക് മാത്രമുള്ളവ ഏതെല്ലാം? 2 ഷർത്തുകൾ പറഞ്ഞില്ലേ? അതൊക്കെ വിശ്വാസമുള്ള അതായത് ഇദ്ദയിൽ അല്ലാതിരിക്കുക, 2 കൂടെ ഭർത്താവോ മെഹ്റമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടായിരിക്കുക. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഹജ്ജിന്റെ പാഠത്തിലുണ്ടാവും. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ? നമ്മൾ ഇന്നലെ ചർച്ച ചെയ്താണ്. വേണമെങ്കിൽ ഒന്നിന് കാണിച്ചാൽ ശ്രദ്ധിക്കട്ടോ. ഇതാ ഈ നമ്മളെ ഹജ്ജ് വാജിബാകാനുള്ള ഹജ്ജും ഉംറയും വാജിബാകാനുള്ള ഷർത്തുകൾ പറഞ്ഞു. 1 മുസ്ലിം ആവുക, 2 സ്വതന്ത്രനാവുക, അത് കൈവുള്ളവനാവുക, 3 അതെല്ലാവർക്കും ബാധകമാണ്. എന്നാൽ സ്ത്രീകൾക്ക് മാത്രമുള്ളത് കണ്ടോ? സ്ത്രീകൾക്ക് ഇതിന് പുറമെ 2 ഷർത്തുകൾ കൂടിയുണ്ട്. 1 ഇദ്ദയിൽ അല്ലാതിരിക്കുക, 2 കൂടെ ഭർത്താവോ മെഹ്റമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടായിരിക്കുക. കണ്ടോ? ഇതാണ് ആൻസർ. ഇത് ഇങ്ങനെ മനസ്സിലാക്കി ആൻസർ വന്ന കുട്ടികൾക്ക് പറഞ്ഞ കുട്ടികൾക്ക് യെസ് പറയൂ. അതിൽ 5 മാർക്ക് ഇതിലുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1 മാർക്ക് ഇട്ടാൽ മതി കേട്ടോ. 1 മാർക്ക് ഇടാം. ഓക്കെ. ഒരു തേമം കൊണ്ട് എത്രയും നിസ്കരിക്കാം? ഒരു തേമം കൊണ്ട് എത്രയും നിസ്കരിക്കാം? ഏതൊക്കെ നിസ്കാരങ്ങൾ? ഏതെല്ലാം? സുന്നത്തും പിന്നെ സുന്നത്തും ഫർള് കിഫായും. ഓർമ്മല്ലേ? ഇത് നമ്മള് 8ാമത്തെ പാഠത്തെ കേട്ടോ. ശ്രദ്ധിക്കണേ. കാണുന്നുണ്ടോ? കണ്ട ഒരു തേമം കൊണ്ട് ഫർള് 1 മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ. ഫർള് കിഫായ, സുന്നത്ത് എന്നിവ എത്രയും നിസ്കരിക്കാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഇതിനൊരു മാർക്ക്. മയ്യിത്ത് നിസ്കാരം എഴുതാൻ പറ്റില്ലേ? പക്ഷെ മയ്യിത്ത് നിസ്കാരം എഴുതേണ്ടതില്ല. ഫർള് കിഫായ, സുന്നത്ത് എന്നിവ. ഫർള് കിഫായിൽ പെട്ടതാണ് ഈ മയ്യിത്ത് നിസ്കാരം. മനസ്സിലായോ? ആ ഫർള് കിഫായുടെ ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് എന്തിനാണ്? മയ്യിത്ത് നിസ്കാരം തന്നെയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫർള് കിഫായ, സുന്നത്ത് എന്നിവ എത്രയും നിസ്കരിക്കാം എന്നാണ് ആൻസർ ചെയ്തത് കേട്ടോ. ഓക്കെ. അങ്ങനെ എഴുതിയ കുട്ടികൾക്ക് 1 മാർക്ക് ഇടാം. ഇപ്പൊ ഇത് എത്ര മാർക്ക്? എല്ലാം മാർക്ക് കൂട്ടി വെക്കി. നിങ്ങൾ മാർക്കൊന്ന് കൂട്ടി വെക്കി. ഒന്ന് കുറഞ്ഞ സമയം തരാം. ഒരു പേപ്പർ കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളൂ. ഇനിയും പേപ്പറുകളുണ്ട്. പറയൂ, ചർച്ച ചെയ്തോ? നിങ്ങൾ എത്ര മാർക്ക് ഉണ്ടായിരുന്നു ഒന്ന് പറഞ്ഞേ. ഫുള്ള് മാർക്ക് കിട്ടിയ കുട്ടികളൊന്ന് യെസ് പറഞ്ഞാണ്. നിങ്ങളെ പേര്
നിങ്ങളെ പേര് മുഴുവനായല്ലേ? ഓക്കെ. ഒരുപാട് കുട്ടികൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. കാരണം എന്താ പറയുക, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഈ ചോദ്യപേപ്പർ കണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടല്ലേ തോന്നിയത്? സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ. നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് പാഠങ്ങളുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടാണ് അധികം ഇങ്ങനെയാണ് വരിക കേട്ടോ. ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് പോവുക. ഇതേപോലെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, പേടിക്കേണ്ടതില്ല. പഠിച്ച കുട്ടികളെ വളരെ സ്കൂളായി പോയി പരീക്ഷ എഴുതി വരാനുണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യേണ്ടിരോ, എഴുതേണ്ടതില്ല കേട്ടോ. കാരണം 5:36 അപ്പൊ നമുക്ക് ഇനി എഴുതിക്കൊണ്ട് ഇത് പോവുകയാണെങ്കിൽ സമയം ഒരുപാട് പോകും. ഇനി ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചേർത്ത് എഴുതുക. ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും ഏതായിരിക്കും? മുഗല്ലദ് കൊണ്ട് മലിനമായത്, ഖളാ, കറാഹത്ത്, മുസ്താമില്, മുൻകൈ. കറാഹത്ത്. കാരണം അൽഫുസ്റയിലെ ഒരേ ഒരു സംഗതി ബ്രാക്കറ്റിൽ അത് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ കറാഹത്താണ് അല്ലെ. കറാഹത്ത് ചെയ്താൽ ശിക്ഷ ഇല്ല, പക്ഷെ ഒഴിവാക്കിയാൽ കൂലിയുണ്ട്. ഉദാഹരണം, നിസ്കാരത്തിൽ തല തുറന്നിടുക എന്നുള്ളത് കറാഹത്താണ്. അത് ഒഴിവാക്കിയാൽ കൂലിട്ടും എന്ന് പറഞ്ഞാൽ തല മറച്ചാൽ കൂലിട്ടും. മനസ്സിലായോ? ചെയ്താൽ എന്തില്ല, തല തുറന്നിട്ടാൽ ശിക്ഷ കിട്ടൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അത് പുരുഷന്മാർക്കട്ടോ പറഞ്ഞത്, സ്ത്രീകൾക്ക് തല മറക്കാൻ നിർബന്ധമാണ് നിസ്കാരത്തിൽ കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ആസന്നമായ എന്താണ്, നേരത്തെ പറഞ്ഞ ചോദ്യം തന്നെയാണ് ഇത്. 2023 കേട്ടോ. ആസന്നമായ നിസ്കാരത്തെക്കാൾ മുന്തിക്കണം ഏതിനെ? അല്ലേ? 3 ഫർളിൽ ഉപയോഗിച്ച് കുറഞ്ഞ വെള്ളത്തിന് പറയും. ഓക്കെ, അടുത്തത് 7 തവണ കൈകാട് നജസാണ്. മുഗല്ലദ് കൊണ്ട് മലിനമായത് അല്ലേ? അടുത്തത് വുളൂഇൽ ഒരുമിച്ച് കഴുകേണ്ട അവയവം. മുൻകൈ അല്ലേ? ഇപ്പൊ റെഡി അല്ലേ? ഇത് ഫുള്ള് ചെറിയ കുട്ടികൾ പറയൂ. ശരി അടയാളപ്പെടുത്തണം കേട്ടാ. ചെവി രണ്ടും ഒരുമിച്ച് തടവൽ. എന്താണ്? പല്ലിൽ നീളത്തിൽ. ഓക്കെ, കാണുന്നുണ്ടല്ലോ. അടുത്തത് പല്ലിൽ നീളത്തിൽ മിസ്വാക്ക് ചെയ്യൽ. കറാഹത്ത് അല്ലേ? യെസ്. സുന്നത്ത രൂപം എങ്ങനെയാണ്? പല്ലിൽ എങ്ങനെയാണ്? അകലത്തിലാ ചെയ്യേണ്ടത് അല്ലേ? അകലത്തില്. നാവിലാണ് എന്ത് ചെയ്യേണ്ടത്? നീളത്തില് മിസ്വാക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ചോദ്യം ഇതുപോലത്തെ വേറെ രൂപത്തിൽ ചോദ്യം വന്നിരുന്നു അല്ലേ? ഓക്കെ, അടുത്തത് പ്രസവശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. തയമ്മും സഹിയാകാനുള്ള ഷർത്തുകൾ എത്ര? തയമ്മും ശരിയാവാനുള്ള ഷർത്തുകൾ എത്ര? 4 അല്ലേ? 1 സമയമാവുക, തൊഹൂറായ പൊടിമണ്ണ് കൊണ്ടായിരിക്കുക, വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക, തയമ്മുമിന്റെ മുമ്പ് ശരീരത്തിൽ നജസ് നീക്കുക. ഇങ്ങനെ 4 അല്ലേ? യെസ്. ആ 4 എന്ത് ചെയ്യാം? മാർക്ക് കേട്ടോ. അടുത്തത് സ്ത്രീകൾക്ക് സുന്നത്തിലാണ്. കഴിഞ്ഞ പേപ്പറിലും വന്നു. സ്ത്രീകൾക്ക് സുന്നത്തില്ല ബാങ്ക്, ജമാഅത്ത്, ഇഖാമത്ത്. സ്ത്രീകൾക്ക് എന്ത് മാത്രമേ സുന്നത്തുള്ളൂ? ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ അല്ലേ? കണ്ടോ? ഇനി നമ്മൾ ബാങ്ക്, ഇഖാമത്തിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ദിക്ർ അടുത്ത ചോദ്യം കണ്ടോ, പൂർത്തിയാക്കാം. അഖാമഹല്ലാഹു ഡാഷ് അഹ്ലിഹ. ഇത് ഇഖാമത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ ചെല്ലേണ്ട ദിക്ർ അല്ലേ? മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? നിങ്ങൾ എല്ലാരും പറഞ്ഞേ. അഖാമഹല്ലാഹു അല്ലേ? ഓക്കെ, അതിന്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞു നോക്കി. ഹൈ അലാത്തുകൾ എന്തൊക്കെ ചെല്ലേണ്ടത്? ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ കേട്ടാൽ എന്താ പറയണ്ടേ? അടുത്ത് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നതിൽ എന്താ പറയേണ്ടത്? പിന്നെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും മുമ്പും ശേഷവും
എന്തൊക്കെ സുന്നത്തുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഓക്കെ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ അടുത്ത് ഈ സുബഹി നിസ്കാരത്തിന് മുമ്പുള്ള നിയ്യത്തിന്റെ ആ രൂപം പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതിന്റെ നിയ്യത്ത് ഉസല്ലി സുന്നത്ത സുബ്ഹിൽ ഡാഷ് അദാലില്ലാഹി തആല എന്തായിരിക്കും? ഉസല്ലി സുന്നത്ത സുബ്ഹിൽ കണ്ടോ? ഉസല്ലി സുന്നത്ത സുബ്ഹിൽ ഖബലിയത അപ്പൊ ഇത് പുസ്തകത്തിൽ തന്നെ കിട്ടും. അപ്പൊ ആ പുസ്തകത്തിൽ പറഞ്ഞ നിയത്തുകൾ ഏതായാലും പഠിച്ചേക്കാം. മിക്കവാറും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതിലെ സുന്നത്തിന്റെ രൂപമുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ, ഫർദിന്റെ ഒക്കെ ഉണ്ട്. ഓക്കെ, അടുത്തത് ഇന്ന സ്വലാത്തി ഡാഷ് റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി വനുസ്ലിഹി വമഹിയായ ആലമീൻ. ഇത് എവിടെ ഉള്ളതാണ്? ഇത് ഏത് വജ്ജഹത്ത്? ഇപ്പൊ നമ്മള് വജ്ജഹത്ത് ഓതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വജ്ജഹത്ത് നിങ്ങൾ 5ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ എവിടെയും പറഞ്ഞിട്ടുണ്ടോ വജ്ജഹത്തു? ഇല്ല. അത് ഏത് പുസ്തകത്തിൽ, ഏത് കൊല്ലം പഠിച്ചാണ്? കഴിഞ്ഞ വർഷങ്ങൾ ട്ടോ കോളറുണ്ട്. ഇബ്രാഹിം ടി. ഓക്കെ, കാണുന്നുണ്ടോ? വീഡിയോ ഓഫ് ആക്കിക്കോളൂ. അല്ല, കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. നിങ്ങൾ വീഡിയോ ഓഫ് ആക്കണം മക്കളെ. അതൊരു പ്രധാനപ്പെട്ട കോൾ വന്നപ്പോഴേ എടുത്താണ് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ കാണുന്നില്ല അല്ലേ? ഇപ്പൊ കാണുന്നില്ലേ? കാണുന്നില്ല. കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്നുണ്ട്. ശരി, ഫോട്ടോ
നിങ്ങൾക്ക് കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കുന്നില്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? കഴിഞ്ഞ ക്ലാസ്സില് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ പുസ്തകത്തിൽ ഇല്ലാത്ത വേറൊരു ദിക്ർ ഇതുപോലെ ചോദിച്ചിരുന്നു. ഏതായിരുന്നു അത്? ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോ അല്ലെ? അതെന്തായിരുന്നു ആ ദിക്ർ ഓർമ്മ ഉണ്ടോ? ബിസ്മില്ലാഹി ഇവിടെ ചോദിച്ച ചോദ്യം നോക്കിയാണ് ഇന്ന സ്വലാത്ത്. വജ്ജഹത്തുൽ ഒരു ഭാഗമാണ് ചോദിച്ചത്. വജ്ജഹത്ത് ഫുൾ ആയിട്ട് ചോദിച്ചിട്ടില്ല. വജ്ജഹത്തുൽ ഒരു ഭാഗം മാത്രം ഇപ്പൊ നിങ്ങളോട് ചോദിച്ചത്. ഇതിന് 3 മാർക്കുണ്ട്. അപ്പൊ എന്താണ് ഇന്ന സ്വലാത്തി? ഇന്ന സ്വലാത്തി എന്നാണോ ഇന്ന സ്വലാത്തി എന്നാണോ മക്കളെ? അങ്ങനല്ല. ഇന്ന സ്വലാത്തി സ്വാതന്ത്ര്യ ശബ്ദം ഉണ്ടോ നോക്കിയേ, ഒന്ന് ശരിക്കും നോക്കിയേ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം, കുറെ കുട്ടികൾ വജ്ജത്ത് തെറ്റിക്കുന്ന സ്ഥലമാണ് ഈ ഭാഗം. ഇന്ന സ്വലാത്തി എന്നറിയും. ഇന്ന സ്വലാത്തി എന്നില്ല. ഇന്ന ശബ്ദ നൂനുമിലുള്ളത്. ഇന്ന സ്വലാത്തി ഇന്ന സ്വലാത്തി വനുസുക്കി പറഞ്ഞേ. ഇന്ന സ്വലാത്തി വനുസുക്കി നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് അറിയോ? നമ്മളെ പുസ്തകത്തിൽ ഇല്ലാത്ത കഴിഞ്ഞ 4ാം ക്ലാസ്സിലെ ഫിക്കിലൊക്കെ വന്ന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ദിക്റുകളൊക്കെ ചോദിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അത് ഒന്ന് ജസ്റ്റ് നോക്കട്ടോ. വജ്ജത്ത് ചോദിച്ചു, അതേപോലെ ടോയ്ലറ്റിലേക്ക് കടക്കുമ്പോൾ ചോദിച്ചു, ഇനി ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചോദിക്കും. അതേപോലെ തന്നെ കുനൂത്തിലുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ അതിലേതെങ്കിലും ഭാഗമൊക്കെ ചോദിക്കും. ഇപ്പൊ വജ്ജത്ത് അഥവാ അത്തഹിയാത്തിലുള്ള ഇബ്രാഹിമിയ സ്വലാത്തോ അതിന്റെ ഏതെങ്കിലും ഭാഗം ചോദിക്കുള്ളൂ. ചിലപ്പോ അതിന്റെ ദിക്ർ അല്ലാഹുമ്മ ഗഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് നോട്ട് ചെയ്യണേ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പുറത്തുനിന്ന് വരുന്നുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. റബ്ബി ഗഫിർ ലീ വർഹംനി ഡാഷ്. നമ്മൾ പഠിച്ചതാ. ഏതാണത്? റബ്ബി ഗഫിർ ലീ വർഹംനി വജബുർനി. എവിടേക്ക് വിട്ടുപോയത്? വജബുർനി വഹദിനി വാഫിനി ഇവിടെ. അപ്പൊ 3 വിട്ടുപോയത് അല്ലേ? ഓക്കെ, 3 വിട്ടുപോയത് കണ്ടോ. 3 മാർക്ക് അവിടെ ഇട്ടിട്ടുണ്ട് കണ്ടോ. അപ്പൊ 3 മാർക്കിന് 3 ആൾക്കാണ് വിട്ടത്. ഇതെല്ലാവരും ശരിയാണെന്ന് എസ് പറഞ്ഞു മക്കളെ. എല്ലാവരും ശരിയാ? എല്ലാവരും ശരിയാോ? ഫുള്ള് ഇനി ഒറ്റ വാക്കിൽ ഏതാ? കണ്ടോ, ഒറ്റ വാക്കിൽ ഏതാ? ഖിയാമു റമളാനിന്റെ മറ്റൊരു പേരെന്ത്? ചോദിക്കാറുള്ളത് തറാവീഹിന്റെ മറ്റൊരു പേര് നീക്കണം. നമ്മളെന്താ പറയാ? തറാവീഹിന്റെ മറ്റൊരു പേര്. ഓക്കെ, അപ്പൊ പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷമാണ് നിർവഹിക്കേണ്ടത് എന്ത്? എന്നാൽ ജുമയ്ക്ക് മുമ്പ് നിർവഹിക്കേണ്ടത് എപ്പോഴാണ് നിർവഹിക്കേണ്ടത്? ജുമയ്ക്ക് എപ്പോഴാണ് നിർവഹിക്കേണ്ടത്? മുമ്പാണ് ശേഷമാണോ നിസ്കാരത്തിന്റെ? പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷമാണ്. പെരുന്നാൾ നിസ്കാരത്തിന്റെ ഖുതുബ പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷമാണ് നിർവഹിക്കേണ്ടത് അല്ലേ? ഓക്കെ. ജമ്മും കസറും അനുവദനീയമല്ലാത്ത നിസ്കാരം ഏത്? സുബഹ് നിസ്കാരം അല്ലേ? നിസ്കാരം ജമ്മും കസറും അനുവദനീയമല്ല. ഓക്കെ, താങ്ക് യു. അടുത്തത്, ജമാഅത്ത് ഷർത്തുള്ള ഫർള് നിസ്കാരം. ഒരേ ഒരു ഫർള് നിസ്കാരം. ളുഹർ നിസ്കരിക്കണമെങ്കിൽ ജമാഅത്തില്ലെങ്കിലും ശരിയാവും. ജമാഅത്തില്ലെങ്കിൽ എന്താവൂല? ശരിയാവൂല അല്ലേ? അപ്പൊ ജമാഅത്ത് ഷർത്തുള്ള ഫർള് നിസ്കാരമാണ് ജുമുഅ. താങ്ക് യു. ശരിയാണ് കേട്ടോ. കണ്ട, അതിന് കഴിഞ്ഞ പേപ്പറിൽ കണ്ട അതേ ക്വസ്റ്റ്യൻ. സകാത്തുൽ ബദനിന്റെ മറ്റൊരു പേര്? നോക്കൂ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം. സകാത്ത് ഇത് നോക്കട്ടെ. ഇതിന് 4 മാർക്കാണ്. സകാത്ത് കൊടുക്കുന്നതിന്റെ ഷർത്തുകൾ 2 ഷർത്ത് പറഞ്ഞിരുന്നു അല്ലെ? ഓർമ്മ ഉണ്ടോ?
മനസ്സിലായി മക്കളെ? അത് നമ്മള് പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടോ? ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത കുട്ടികൾക്ക് ശ്രദ്ധിച്ചെന്ന് അറിയാം അല്ലേ? ഒക്കെ ഒന്ന് കാണിച്ചാൽ ജസ്റ്റ് നമ്മളെ ജക്കാത്തിന്റെ പടം അവസാനത്തെ 4 പടം നിർബന്ധം പഠിക്കണം കേട്ടോ. അത് എങ്ങനെയായാലും ക്വസ്റ്റ്യൻ വരും, ആവർത്തിച്ച ക്വസ്റ്റ്യൻ ഒക്കെ അധികം കേട്ടോ. ജക്കാത്ത് കാണുന്നുണ്ടല്ലോ അല്ലേ? ജക്കാത്ത് കൊടുക്കുന്ന സമയത്തോ അവ നീക്കി വെക്കുന്ന സമയത്തോ നിയ്യത്ത് ചെയ്യലും അവകാശികൾക്ക് കൊടുക്കലും ജക്കാത്ത് കൊടുക്കുന്നതിന്റെ ഷർത്തുകളാണ്. ഇത് മനസ്സിലേക്ക് വന്ന കുട്ടികളൊന്ന് പറഞ്ഞ കുട്ടികളുണ്ട്. ഓല ആരൊക്കെ ഒന്ന് എസ് പറഞ്ഞാണ്? ശ്രദ്ധിക്കട്ടോ, എല്ലാരും ശ്രദ്ധിക്കണേ, എല്ലാവർക്കും കൂടിയാണ് പറയണത്. യെസ്. അടുത്തത് നോമ്പ് ഹറാമായ ദിവസങ്ങൾ 6 മാർക്കട്ടോ. ആ ഏതൊക്കെയാണ് ഒന്ന് പറയും. നമ്മൾ ഇന്നലെ ആവർത്തിച്ച് പറയിപ്പിച്ചിരുന്നു അല്ലേ? ആദ്യം 2 കണ്ടോ? 2 പെരുന്നാൾ ദിവസം, അയ്യാമു തശ്രീഖും ഷെക്കിന്റെ ദിവസം എന്നിവയിൽ നോമ്പ് വെക്കല് ഹറാമാണ് അല്ലേ? ഓക്കെ. അതേപോലെ നമ്മൾ മനസ്സിലാക്കണം, നോമ്പ് നോൽക്കൽ സുന്നത്തുള്ള ദിവസങ്ങളുടെ തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അറഫ ദിവസം, ഓക്കെ. ഇനി നോക്കൂ, ഹജ്ജിന്റെ മീഖാത്തുകൾ ഏതെല്ലാം? 5 മാർക്ക്. ഏതൊക്കെയാണ് കാണുന്നുണ്ടോ? യലംലം ഹജ്ജിന്റെ മീഖാത്തുകൾ അല്ലേ? ലംലം, ദുൽഹുലൈഫ, കണ്ടോ? 5 മീഖാത്ത്. അപ്പൊ 5 മാർക്കുണ്ട് കണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇനി നോക്കട്ടോ, വേർതിരിച്ച് കള്ളികളിൽ ഏതാ? ഇന്നലെ നമ്മൾ നേരത്തെ കഴിഞ്ഞ പേപ്പറിൽ കണ്ടിരുന്നു അല്ലേ? ഫറള് അതേപോലെ സുന്നത്തൊക്കെ വേർതിരിക്കാൻ. ഇതിലെങ്ങനെ വേർതിരിക്കാൻ വന്നൊരു ചോദ്യം നോക്കി. ഖൗലിയായ ഫറള്, ഫിലിയായ ഫറള്, പിന്നെ സുന്നത്ത്. മനസ്സിലായോ? ഖൗലിയായ ഫറള് മനസ്സിലാക്കാൻ ഒരു ഐഡിയ പറഞ്ഞു. എന്താണത്? ഖൗലിയർ എന്താ? ഏത് അവയം കൊണ്ട് എന്താണ്? മാവ് കൊണ്ടുണ്ടാവില്ല. പറയല, ഉച്ചരിക്കലാണ്. ഫീലർ പ്രവർത്തിയാണ് അല്ലെ? ഫീലർ നമ്മൾ പ്രവർത്തനങ്ങളാണ്. അപ്പൊ സുന്നത്താണ്. പിന്നെ നമുക്ക് ഇതിൽ സുന്നത്തെ കാര്യം നോക്കിയിട്ട് എഴുതിയാൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയല്ലേ. ഒന്നാമത്തെ എല്ലാവരും പറഞ്ഞോളൂ, ഫാത്തിഹ ഏതിലെ പെടാ? ഖൗലിയ ഫറളാണോ ഫീലിയ ഫറളാണോ സുന്നത്താണോ? ഖൗലിയ ഫറളിലെ പെടാ. പിന്നെ ജുലൂസ് ഇരിക്കൽ, 2 സുജൂദിന്റെ ഇടയിൽ ഇരിക്കൽ ഏതിലെ പെടാ? റുക്കു ഏതിലെ പെടാ? അവസാനത്തെ അത്തഹിയാത്ത്. അത്തഹിയാത്ത് പറയലാ ചെയ്യലോ? ചൊല്ലലാ ചെയ്യലോ? മറന്നു പോയതാ. യെസ്, കുനൂത്ത്. കുനൂത്ത് ഇതിലുണ്ടോ? കുനൂത്ത് ഇതിലെ പെടാ? സുന്നത്തിലുണ്ടോ? കുനൂത്ത് പറയൽ തന്നെയാണ്, പക്ഷെ അത് സുന്നത്തോ പറഞ്ഞോ? സുന്നത്താണ് അല്ലെ? അബുആൽ സുന്നത്തിലെ പെടാ. അപ്പൊ അത് സുന്നത്തിന് കളിയാണ് കേട്ടോ. ഓക്കെ, മാഷാ അല്ലാഹ്. അത് ഫുള്ളായ കുട്ടികൾക്ക് 6 മാർക്ക് കേട്ടോ. 6 സോറി 12 മാർക്ക്. 12 മാർക്ക് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഫുള്ള് ശരിയ കുട്ടികൾ എസ് പറഞ്ഞേ? ഓക്കെ, മാഷാ അല്ലാഹ്. ഇനി നോക്കൂ മക്കളെ, വിദായിന്റെ തവാഫ്. ഇനി നമുക്ക് ഇതുപോലെ മറ്റൊരു വേർതിരിക്കാനുള്ളതാണ്. ഇതിന് 8 മാർക്ക് കേട്ടോ. വിദായിന്റെ തവാഫ്, മുടി നീക്കൽ, അറഫയിൽ ഹാജരാവൽ, ജംറകളിൽ കല്ലെറിയൽ. ഇത് ഹജ്ജുമായി ബന്ധപ്പെട്ട അല്ലെ? അതിന്റെ വാജിബാത്തും ഫർളുകളും ഇന്നലെ നമ്മൾ പറഞ്ഞു പോയതാണ്. ഇന്നലത്തെ
ക്ലാസ്സിൽ പറഞ്ഞതാണ്, വിശദമായിട്ട് പറഞ്ഞിരുന്നു അല്ലെ. ഹജ്ജിന്റെ വാജിബാത്തും ഹജ്ജിന്റെ ഫർളൊക്കെ മനസ്സിലാക്കാനുള്ള ഐഡിയകളൊക്കെ പറഞ്ഞു തന്നിരുന്നു. നമ്മൾ നോക്കുക, വിദായിന്റെ തവാഫ് ഏതിലെ പെടുക? ഹജ്ജിന്റെ വാജിബാത്തിലാണോ? യെസ്. എന്തുകൊണ്ടാ വാജിബാത്തായത്? ഇഫാലത്തിന്റെ തവാഫ് ഏതിലെ പെടുക? കാരണം ഇഫാലത്തിന്റെ ഫർളിലും ഫാവുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. വിദായില് വാവുണ്ട്, വാജിബിൽ എന്തുണ്ട്? വാവുണ്ട്. വിദായിന്റെ തവാഫ് ഏതിലെ പെടുക? യെസ്. മുടി നീക്കൽ ഏതിലെ പെടുക? ഹജ്ജിന്റെ ഫർളിലെ പെടുക. അറഫയിൽ ഹാജരാവലോ? അല്ലെ, ഹജ്ജിന്റെ ഫർദാണ്. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞ ഉടനെ പിന്നെ അറഫയിൽ ഹാജരാവല അല്ലെ. അപ്പൊ അറഫയിൽ ഹാജരാവാനുള്ളതും ഹജ്ജിന്റെ ഫർദാണ്. കുട്ടികൾ എസ് പറയൂ. മുഴുവൻ ശരിയായ കുട്ടികൾ എസ് പറയൂ. താങ്ക് യു. സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? സിമ്പിളായി തോന്നണില്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ? അപ്പൊ നല്ല മനസ്സിലാക്കി പോയ കുട്ടികൾക്ക് വളരെ ക്ലാസ് ഒക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ കഴിയും അല്ലെ. ഒരു ആത്മവിശ്വാസം കിട്ടില്ലേ? ഓക്കെ, ഇനി നോക്കൂ, ഉത്തരം എഴുതാം. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് കേട്ടോ. പിന്നെ 2 മാർക്ക്, പിന്നെ 4 മാർക്ക്, പിന്നെയും 4 മാർക്ക്. അപ്പൊ നോക്കുക, ആദ്യത്തെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോമ്പ് വാജിബാകും എപ്പോൾ? നോമ്പിന്റെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് പറഞ്ഞോ? നമ്മൾ ചർച്ച ചെയ്ത ക്ലാസ്. കണ്ടോ? ശഅബാൻ 30 പൂർത്തിയാവുകയോ റമദാൻ മാസപ്പിറവി കണ്ടതായി സ്ഥിരപ്പെടുകയോ നിർബന്ധമാകും. ഓക്കെ, താങ്ക് യു. അതന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി അടുത്തത് ഇനി അടുത്ത 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. ധാന്യങ്ങളിൽ എന്തിനെല്ലാം സക്കാത്ത് കൊടുക്കണം? ഏതൊക്കെ ധാന്യങ്ങൾ സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്നതിൽ കണ്ടോ? സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്നതിലാണ് കൊടുക്കുന്നത്. ആരെങ്കിലും മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടോ? മൈക്കൊന്ന് ഓപ്ഷൻ എല്ലാരും മ്യൂട്ട് ആക്കിയേ. ഓക്കെ, സാധാരണ ഭക്ഷണങ്ങളിൽ അപ്പൊ സാധാരണ ധാന്യങ്ങൾ സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്നതില് എന്നാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത് ജുമുഅ ആർക്കെല്ലാം വാജിബാകും? അടുത്ത ക്വസ്റ്റ്യൻ, ജുമുഅ ആർക്കെല്ലാം വാജിബാകും? അതാ 4 മാർക്കാണ്. ജുമുഅ ആർക്കെല്ലാം വാജിബാകും? മുക്കല്ലഫും സ്വതന്ത്രനും ല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം എങ്ങനെ കഴിയാൻ പോണല്ലേ? പറഞ്ഞ സമയമുള്ള ഈ ദുർഗം നമുക്ക് നിർത്താൻ കഴിഞ്ഞിട്ടോ. അപ്പൊ ആരുടെയോ മൈക്ക് ഓൺ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ സമയം എങ്ങനെ അതിന് വേണ്ടി നഷ്ടമല്ലോ. ആരാണ് ഓണാക്കി വെച്ചിട്ടുള്ളത്? ആരുടെയോ മൈക്ക് ഓൺ ആണ്, അതാണ് സംഭവം കേട്ടോ. അപ്പൊ എക്കോ അടിക്കും. ആവശ്യമില്ലാണ്ട് എവിടെയെങ്കിലും ഓണാക്കി വെച്ചിട്ടുണ്ടോ? സ്പീക്കറൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സംഭവിക്കാം. ഏതായാലും നോക്കുക, അവസാനത്തെ 2 ക്വസ്റ്റ്യൻ. ജംഅ എത്ര വിധമാണ്? 2 വിധമാണ് അല്ലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ജമ്മുകൾ? ഏതൊക്കെയാണ് ജമ്മുകൾ? എത്ര വിധമാണ് ജമ്മു? ഓക്കെ, അത് ആൻസർ ശരിയായ കുട്ടികൾക്ക് 2 മാർക്ക് കേട്ടോ. അടുത്തത് 2.5% സക്കാത്ത് നിർബന്ധമാണ് എന്തിനെല്ലാം? അത് നമ്മള് സക്കാത്തിന്റെ ഭാഗത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു അല്ലെ. ഏതൊക്കെ വസ്തുക്കൾക്ക് 2% സക്കാത്ത് ഉണ്ടെന്നുള്ളത് അറിയോ?
ആ ഏതൊക്കെ വസ്തുക്കൾക്ക് സ്വർണ്ണ എല്ലാ സ്വർണ്ണത്തിനും കൊടുക്കണം, കറൻസി എല്ലാ മുതലായവ. സ്വർണ്ണത്തിനും കൊടുക്കണം. ആ നോക്കൂ, കറൻസി മുതലായവ. അപ്പൊ നമ്മൾ പറയേണ്ടത് ഇതാ: 85 ഗ്രാമിൽ കുറയാത്ത സ്വർണം, 595 ഗ്രാമിൽ കുറയാത്ത വെള്ളി, അവയിൽ ഒന്നിന്റെ വിലയുള്ള കറൻസി മുതലായവ. ഒരു ശതമാനം പൂർണ്ണമായി മുതലായവയിൽ കൂടി ഏതാണ്ട് ആവശ്യമില്ല. 40 ഒരു ഭാഗം കൊടുക്കണം. അഥവാ 2.5% സക്കാത്ത് നൽകണം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമ്മള് സമയം ഇവിടെ കഴിയാനല്ലേ, 6 മണിയല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ ഇൻഷാ അല്ലാഹ്. ക്ലാസ്സുകളൊക്കെ മനസ്സിലായി മക്കളെ? ക്ലാസ്സുകൾ ഓക്കെ. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് നാളത്തെ ഒരു ദിവസമാണ് ഉള്ളല്ലേ? നമ്മൾ പറഞ്ഞ ദിവസങ്ങൾ 40 ദിവസത്തിൽ നാളത്തെ ദിവസം. ഇനി അഥവാ നമുക്ക് സാറോട് ചോദിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒഴിവുള്ള ദിവസങ്ങൾ നമുക്ക് ഇനി 5 ദിവസം 4 ദിവസമല്ലേ ഉള്ളൂ. നിങ്ങൾ കൂളായി പഠിക്കുക. പിന്നെ നമുക്ക് ലിസാന്റെ വേണമെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് ലിസാനായിരിക്കും മെയിൻ ആയിട്ട് കേട്ടോ. നാളത്തെ ദിവസം മെയിൻ ആയിട്ട് നമുക്ക് ലിസാനെ കുറിച്ച് ചർച്ച ചെയ്യാം. പിന്നെ ദിവസങ്ങളിൽ സമയത്തിന് വാട്സപ്പിലോ അങ്ങനെ ആയിട്ട് കുറഞ്ഞ ദിവസമല്ലേ ഉള്ളൂ. നിങ്ങൾ സംശയം ചോദിച്ചോണ്ടി ഇൻഷാ അല്ലാഹ്. ഓക്കെ, നമ്മൾ സ്വലാത്തിൽ മക്കളെ സ്വലാത്തുൽ അല്ലേ? ഓക്കെ, എന്നാ സ്വലാത്തിലേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, നിങ്ങൾ എല്ലാവരും ലെഫ്റ്റ് അടിച്ചോ കേട്ടോ. അത് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും ലെഫ്റ്റ് അടിച്ചു കേട്ടോ.